നമുക്കെല്ലാവർക്കും അറിയാം ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ക്യാപിറ്റലാണ്. മീൻസ് ഇന്ത്യയുടെ തന്നെ ഏറ്റവും സ്റ്റാർട്ടപ്പ് ഹബ്ബ്. ആ ഒരു റീസണിലാണോ മൈ അസ്ലി ബാംഗ്ലൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം? അല്ലെങ്കിൽ എന്താണ് മൈ അസ്ലി ഫസ്റ്റ് നിങ്ങളുടെ തുടക്കം ഈ ഒരു ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം? ഞാൻ എൻ്റെ പാർഷ്യൽ ബിസിനസ് ചെയ്തിരുന്നത് ഫിഷ് എക്സ്പോർട്ടിംഗ് ആയിരുന്നു. ഓക്കെ. അത് കന്യാകുമാരി തൂത്തുക്കുടിയിലൊക്കെ ഇരുന്നിട്ട് സൗദി, ദുബായ്, യൂറോപ്പ് പല സ്ഥലത്തേക്കും ഫിഷ് എക്സ്പോർട്ട് ചെയ്തു. ഒരു 12 വർഷം. അത് കഴിഞ്ഞിട്ട് അതിനൊരു കൊറോണയുടെ സമയത്ത് ഒരു സ്ട്രഗ്ലിംഗ് വന്ന സമയത്ത് ഒരു സ്കൈലബിൾ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് ചെയ്യാം, ഒരു സ്റ്റാർട്ടപ്പിലോട്ടൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് ബാംഗ്ലൂർ എത്തുന്നത്. അപ്പോൾ അതിന് ഒന്നും കൂടി ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഒരു മലപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. അതിനായിട്ട് ഒന്നും കൂടി ഒരു എക്കോസിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ളത് ബാംഗ്ലൂരാണെന്നുള്ള സ്ഥിതിയിലാണ് നമ്മൾ ബാംഗ്ലൂരിലോട്ട് ഈ ബിസിനസ്സായിട്ട് വരുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ മൈ അസ്ലി ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്ര ടൈം എടുത്തു ഇതിനെ കുറിച്ചൊന്ന് ബാംഗ്ലൂർ സ്റ്റഡി ചെയ്യാൻ? ബാംഗ്ലൂരിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മളൊരു റീറ്റെയിൽ സ്റ്റോർ തുടങ്ങി. ഓക്കെ. ഫസ്റ്റ് കാരണം അപ്പോഴാണ് മനസ്സിലായത് ബാംഗ്ലൂർ ഹബ്ബാണ്. ഒരു ഇന്ത്യ ഒരു ഡൈവേഴ്സിറ്റിയുടെ നാടാന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ കൾച്ചറും ഇൻക്ലൂഡ് ചെയ്തൊരു ടൗണാണ് ബാംഗ്ലൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കസ്റ്റമറെ ബിഹേവിയർ, ഏതൊക്കെ ടൈപ്പ് കസ്റ്റമർ, പല രീതിയിലാണ് ഇവിടുത്തെ ഉള്ളത്. ഇന്ത്യയുടെ എല്ലാ കൾച്ചറും ബാംഗ്ലൂരിലുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ നമുക്ക് സമയമെടുത്തു. ഇപ്പം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്, മലയാളികൾ പൊതുവെ വിശ്വസിക്കുന്നത് ബാംഗ്ലൂരിൽ ഫിഷ് കഴിക്കുന്നത് മലയാളികൾ മാത്രമാണ്. അതാണോ സത്യം? അല്ല, അത് നല്ലൊരു പാട്ടും മലയാളികൾ കഴിക്കുന്നുണ്ട്. പിന്നെ തമിഴ് നാട്ടിൽ നിന്ന് അവരും കുറച്ച് കഴിക്കും, ആന്ധ്രക്കാർ കഴിക്കുന്നുണ്ട്. പിന്നെ കൊൽക്കത്ത സൈഡിൽ നിന്നുള്ളവർ, പല കമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷെ പലർക്കും റിക്വയർമെൻറ്റ് വ്യത്യാസമാണ്. മലയാളികൾ കഴിക്കുന്ന ഫിഷ് ആയിരിക്കില്ല കർണാടകക്കാർ കഴിക്കുന്നത്, തമിഴ്സ് കഴിക്കുന്നത്, പിന്നെ ബംഗാൾസ് കഴിക്കുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. അത് വ്യത്യാസമാണ്. അതൊക്കെ പഠിക്കാനാണ് ഫസ്റ്റ് ഒരു 1-2 ഇയേഴ്സ് നമ്മൾ റീറ്റെയിൽ ഡയറക്റ്റ് കസ്റ്റമറായിട്ടുള്ള ഇൻട്രാക്ഷനിലാണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. എനിക്കൊന്ന് വൈറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഏരിയയാണ്. കംപ്ലീറ്റ്ലി മിക്സഡ് ആയിട്ടുള്ള ആളുകളുള്ള ഒരു ഏരിയയാണ് വൈറ്റ് ഫീൽഡ്. മീൻസ് നമ്മൾ കാണുമ്പോൾ വൈറ്റ് ഫീൽഡ് ചെറുതാന്ന് പറയുമെങ്കിലും വൈറ്റ് ഫീൽഡിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രൗഡുള്ള ഒരു ഏരിയയാണ്. ലൈക്ക് നിങ്ങൾക്ക് ഒരു മാർക്കറ്റാണ് വൈറ്റ് ഫീൽഡ്. സോ അത് കാരണമാണോ മൈ അസ്ലി ഫസ്റ്റ് വൈറ്റ് ഫീൽഡ് തുടങ്ങിയത്? നമ്മൾ ഫസ്റ്റ് വൈറ്റ് ഫീൽഡ് ഒരു നല്ലൊരു പൊസിഷൻ കിട്ടിയപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അത് ബാംഗ്ലൂരിൻ്റെ ഒരു എൻഡ് സൈഡ് എത്തിയല്ലോ, നമുക്ക് അങ്ങേപ്പുറത്തേക്ക് ഗ്രോത്ത് നോക്കണ്ട, സ്കെയിലിംഗ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഒരു എൻഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പൊട്ടൻഷ്യലുള്ള മാർക്കറ്റാണ്. പിന്നെ നമ്മൾ ട്രയൽ ഫസ്റ്റ് ഒരു സാധനം ചെയ്യുമ്പോൾ ഏറ്റവും ഒരു പൊട്ടൻഷ്യലുള്ള സ്ഥലം ചൂസ് ചെയ്യാന്നുള്ള റൈറ്റ് പ്ലേസ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വൈറ്റ് ഫീൽഡ് ചൂസ് ചെയ്തു. പിന്നീട് നമ്മൾ വറുത്തൂർ മാർക്കറ്റ് സ്കെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ മൈ അസ്ലിയിൽ ഫിഷ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മീറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ½ an hour ടൈം കാണിക്കുന്നത്. ½ an hour ഡെലിവറി എന്നുള്ളതാണ്. അതല്ലാണോ സത്യം? ഒരു ½ an hour മുതൽ 75 minutes വരെയാണ് നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്രസ് ഡെലിവറി വരുന്നത്. പിന്നെ നോർമൽ ഡെലിവറി, പിന്നെ കൺവീനിയൻസ് അനുസരിച്ച് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നവരുണ്ട്. പല ഓപ്ഷൻസും ഉണ്ട്. അതായത് നമ്മൾ എക്സ്പ്രസ് ഡെലിവറിയിലാണെങ്കിൽ ഒരു ½ an hour മുതൽ ഒരു 75 minutes ഡെലിവറി. മറ്റ് ഫിഷിൻ്റെ ആപ്പുകൾ അല്ലെങ്കിൽ മറ്റ് മീറ്റുകളുടെ ആപ്പിൽ ഇല്ലാത്തൊരു ഓപ്ഷനാണ് മൈ അസ്ലിയിലുള്ള കസ്റ്റമൈസ്ഡ്. ഇപ്പം നമുക്ക് തലക്കറിയാണോ വെക്കേണ്ടത് അതിനനുസരിച്ചുള്ള കട്ടിങ്, ഇനി അതല്ല നിങ്ങൾക്ക് പൊരിക്കാണോ വേണ്ടത്, അല്ലെങ്കിൽ ഓരോ കട്ടിങ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ അതിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ശരിക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുമ്പോൾ? അത് നമ്മളെ സംബന്ധിച്ച് ഓപ്പറേഷനിൽ ഫസ്റ്റ് ഒക്കെ തിങ്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി വരും. പിന്നെ നമ്മൾ യൂഷ്വലി നമ്മളെ സിസ്റ്റംസ് അതിലോട്ടാണ് ഇംപ്ലിമെൻറ്റ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ഓർഡർ വരുമ്പോൾ എങ്ങനെയൊക്കെ അത് ഹാൻഡിൽ ചെയ്യാം, ഏറ്റവും സ്മൂത്തായിട്ട് ചെയ്യാം. ഇപ്പം നമ്മളെ ടീം എന്തായി അതിൽ അഡാപ്റ്റ് ചെയ്യും. പക്ഷെ പുതിയൊരു ടീം വന്ന് ചിലപ്പോൾ നോക്കുന്ന സമയത്ത് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ അതിൽ ആ ഒരു സിസ്റ്റം അല്ല, എനിക്ക് നിങ്ങൾ ആ ഒരു സിസ്റ്റം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ തന്നെ ഒരു പ്രാവശ്യം വൈറ്റ് ഫീൽഡിൽ നിന്ന് നിങ്ങളെ മൈ അസ്ലിയിൽ ഫിഷ് ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ അനുസരിച്ചുള്ള അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അവർക്ക് അനുസരിച്ചുള്ള രീതിയിൽ അത് ഓർഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഭയങ്കര ഷോക്കായി. ഇങ്ങനെ ഒരു ഓപ്ഷൻ ബാക്കിയുള്ള ഫിഷിൻ്റെ ആപ്പുകളൊന്നും ബാംഗ്ലൂരിൽ കണ്ടിട്ടില്ല. അതാണ് ഒരു ചെറിയ റിസ്ക് പിടിച്ചൊരു ഏരിയയാണ്. നമ്മൾ അതാണ് സോൾവ് ചെയ്തത്. അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബാംഗ്ലൂരിൽ ഫ്രഷ് ഫിഷ് കിട്ടൂല. എങ്ങനെയാണ് മൈ അസ്ലി ഫ്രഷ് ഫിഷ് ബാംഗ്ലൂരിൽ കൊടുക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഫിഷിനെ ഡെലിവറി ചെയ്യുന്നത്? ഈ ഫ്രഷ് ഫിഷ് ബാംഗ്ലൂരിൽ കിട്ടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളത് സോഴ്സിംഗ് ആണ് എൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇവിടെ നിന്ന് സൗദി, ദുബായ് കഴിക്കുമ്പോൾ ഭയങ്കര ക്വാളിറ്റി അഷ്യൂർഡ് ചെയ്താലേ പറ്റുള്ളൂ. യൂറോപ്പിലൊക്കെ ചെയ്യുമ്പോൾ യൂറോപ്പ് സ്റ്റാൻഡേർഡിന് വ്യത്യാസമുണ്ട്, US സ്റ്റാൻഡേർഡ്. പിന്നെ അപ്പോൾ അത് നമ്മൾ ആ പ്രിക്യൂർമെൻറ്റ് മുതൽ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ അഷ്യൂർ ചെയ്യും. അതിനെ കോൾഡ് ചെയിൻ ബ്രേക്ക് ആവാത്ത രീതിയിൽ അതിനെ കൊണ്ടുവന്ന് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. പിന്നെ അതിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണെങ്കിലും ആ ഒരു കോൾഡ് ഐസിൽ തന്നെ വെച്ച് ഫുൾ പ്രൊട്ടക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫിഷിൻ്റെ ക്വാളിറ്റിക്ക് ഒരു പ്രശ്നം വരില്ല. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുന്ന ഫിഷ് കൊടുന്നിട്ട് അതിനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിലുള്ള, പിന്നെ ക്യാച്ചിങ് രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
വിത്തിൻ 24 hours 8 hours 4 hours ക്യാച്ച് ചെയ്ത് തരുന്ന ഫിഷാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും. 2-3 days പോയി വരുന്ന വലിയ ലോങ്ങിൽ പോയി ക്യാച്ച് ചെയ്യുന്ന ഫിഷാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം കാണും. അപ്പോൾ അത് നമ്മൾ ക്യാച്ച് ചെയ്യുന്ന രീതി, ഏത് ഷോറിൽ നിന്നാണ് നമ്മൾ ഫിഷ് പർച്ചേസ് ചെയ്യുന്നത്, അവിടുത്തെ ക്യാച്ചിങ് രീതി, പിന്നെ അവിടെ നിന്നുള്ള നമ്മളെ ഹാൻഡിൽ ചെയ്യണത് എങ്ങനെയാണ്, നമ്മൾ എന്താണ് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ക്വാളിറ്റിയിൽ നമ്മൾ ആ ഒരു അഷ്യൂരിറ്റി കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി മാക്സിമം എഫേർട്ട് ചെയ്തിടും ക്വാളിറ്റി. ഇപ്പോൾ ഈ ഒരു ലൈക്ക് ഞാൻ നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് അറിയാൻ പറ്റുന്നൊരു ചോദ്യമാണെന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് മൈ അസ്ലിയിലേക്കുള്ള ഫിഷ് വരുന്നത് ഫ്രഷ് ആയിട്ട്? അത് നമുക്ക് ഇപ്പോൾ ഇന്ത്യയുടെ പല ഷോറുകളും ഉണ്ടല്ലോ. മംഗലാപുരത്ത് നിന്ന് വരുന്നുണ്ട് നമുക്ക്, പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫിഷുകൾ തമിഴ്നാടിൻ്റെ കന്യാകുമാരി തൂത്തുക്കുടി സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്, പിന്നെ കാലിക്കറ്റ് കൊച്ചി സൈഡിൽ നിന്ന്. നിങ്ങൾ ഈ ഓരോ ഫിഷിനും ഓരോ അവൈലബിലിറ്റി ഏരിയകളുണ്ട്, അവിടെ നിന്നൊക്കെയാണ് അത് എത്തുന്നത്. നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൻ്റെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നമുക്ക് ഏത് വെറൈറ്റി ഫിഷ് വേണമെങ്കിലും ഈ ഒരു മൈ അസ്ലിയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്ത ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഇവിടെ ഒന്നും അത്ര അവൈലബിലിറ്റി ഇല്ലാത്ത കുറച്ച് ഐറ്റംസൊക്കെ യൂറോപ്പ്, പിന്നെ സൗദി, ദുബായിക്കൊക്കെ ചെയ്യുന്ന വൈറ്റ് മീറ്റിലൊക്കെ കൂടുതലുള്ള, അതൊക്കെ നമ്മളപ്പോൾ അതിൻ്റെ കൂടെ ആയിട്ട് നമുക്ക് നല്ല ഡീപ്ലി അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഫിഷുകളാണ്. അത് കഴിച്ചാൽ ആളുകൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യും, കസ്റ്റമർ കൊടുക്കും. മൈ അസ്ലിൻ്റെ റീറ്റെയിൽ സ്റ്റോർ ഓപ്പണായി, അതിപ്പോൾ ഇവിടെ സക്സസ് ആയി 2 വർഷത്തോളം ടൈമായി. ഇപ്പം മൈ അസ്ലിൻ്റെ ആപ്പ് ഓപ്പണായി 7 മാസത്തോളമായി. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനിയിപ്പോൾ നമ്മൾ സ്കെയിലിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ടെക്നോളജിക്കലി അതൊക്കെ പ്രൂവൻ ചെയ്തു, സിസ്റ്റം റെഡിയായി. ഇപ്പോൾ ബാംഗ്ലൂർ ഓൾ ഓവർ സ്കെയിലാണ് നല്ലതാണ്. ഇപ്പോൾ ഇനീഷ്യലി ഇപ്പം നമുക്കുള്ളത് വൈറ്റ് ഫീൽഡ് യൂണിറ്റ് ഉണ്ട്, വറുത്തൂർ ഗുഞ്ചൂർ യൂണിറ്റ് ഉണ്ട്. HSRൽ ഇപ്പോൾ ഈ മാസം നമ്മൾ ഓപ്പൺ ആവാൻ പോകുന്നുണ്ട്, ലൊക്കേഷനൊക്കെ ക്ലിയർ ആയി. ഇനി ഒരു വിത്തിൻ 6 months ഓൾ ഓവർ ബാംഗ്ലൂർ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെപ്പോലത്തെ വീഡിയോ ചെയ്യുമ്പോൾ എൻക്വയറീസ് നമുക്ക് പുറത്തുനിന്നാണ് വരുന്നത് കൂടുതലും. അത് കവർ ചെയ്യാൻ ആളുകൾക്ക് എല്ലാവർക്കും ആളുകളിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് ആഗ്രഹം. സോ ഒരു പുതിയൊരു ബ്രാൻഡ് ഡെവലപ്പ് ആവുന്ന സമയത്ത് ആളുകൾ നോക്കിക്കാണുന്ന സംഭവം ഫ്രാഞ്ചൈസി കിട്ടുമോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യം. അത് ഞാൻ ചോദിക്കുകയാണ്, മൈ അസ്ലി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നിലവിൽ നമ്മൾ ചെയ്ത യൂണിറ്റൊക്കെ നമ്മൾ ഓൺ ഇതിലാണ് ചെയ്തിട്ടുള്ളത്, ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്കെയിൽ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഫ്രാഞ്ചൈസി നോക്കുക എന്നുള്ളതാണ്. നമ്മൾ റീറ്റെയിലിൽ ഫ്രാഞ്ചൈസി നോക്കാം, നല്ല ടീം, കമ്പനി ഓപ്പറേറ്റഡ്, കമ്പനി ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റർ കമ്പനി ഓപ്പറേറ്റഡിലാണ് നമ്മൾ നോക്കുക. ഓപ്പറേഷൻ കംപ്ലീറ്റ്ലി നമ്മളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ക്വാളിറ്റി, നമ്മുടെ സിസ്റ്റംസൊക്കെ അഷ്യൂർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അവിടെ കൊടുക്കാം എന്നുള്ളതിൽ നമുക്ക്. സോ മൈ അസ്ലി എന്നുള്ളൊരു പേരിടാൻ, അല്ലെങ്കിൽ മൈ അസ്ലി ഫ്രഷ് എന്നുള്ളൊരു പേരിടാണ് കാരണം അത് പിന്നെ നമ്മൾ ബാംഗ്ലൂരിലാണ് ബിസിനസ് ആയിട്ട് വരുന്നത്. ഇതന്നെ ഒരു ഡൈവേഴ്സിറ്റിയുടെ നാടാണ്. അപ്പോൾ ഈ മൈ അസ്ലി എന്ന് പറഞ്ഞ വേർഡിൽ നമുക്കൊരു 8 ഭാഷകളല്ലോ. അസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ പ്യുവർ എന്നുള്ളതിനാണ്. അപ്പോൾ അതിന് നമ്മളൊരു ഇമോഷണലി ടച്ചും കൂടി വരുത്താം. മൈ അസ്ലി ഫ്രഷ് എന്ന് പറയാം എന്നുള്ള നിലക്കാണ് നമ്മൾ ആ ഒരു പേരിൽ തന്നെ അതിൻ്റെ ഒരു പ്യൂരിറ്റി, അതിൻ്റെ ഒരു ക്വാളിറ്റി അഷ്യൂർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പേര് കിട്ടി. അതിൽ ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്ത് കിട്ടി, റെഡിയാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ആപ്പിൻ്റെ ഒരു ലോഞ്ചിങ്ങിൻ്റെ സമയത്തായിരുന്നു നിങ്ങളിട്ടൊരു ഓഫർ ഉണ്ടായിരുന്നു, 50% ഓഫ്. അത് ശരിക്കും ലോസ് ആണ്. അത് നമുക്ക് നമ്മളെ ക്വാളിറ്റിയിലൊരു അഷ്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അത് ചില കസ്റ്റമറിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്തിന് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്കുള്ളൊരു ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 time അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ക്വാളിറ്റിയിൽ കൺഫേം ഇതായിട്ട്, പിന്നെ കൺസിസ്റ്റൻസിയിൽ അവർ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് റിസ്ക് ഫ്രീ ഒരു ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഭാഗത്ത് നിന്ന് റിസ്ക് ഫ്രീ ആയിട്ട് ഒരു സാധനം വെച്ചത്. ഞാൻ നിങ്ങളുടെ ഇപ്പം ഒരു മസാലകളുണ്ടല്ലോ, അപ്പം ഞാനൊരു പ്രാവശ്യം മൈ അസ്ലിയിൽ നിന്ന് ഫിഷ് വാങ്ങിയ സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ആപ്പിൽ മസാലയും കിട്ടും. അപ്പോൾ ഞാൻ ചെമ്മീനും വാങ്ങി, അതുപോലെ തന്നെ ചിക്കനും വാങ്ങി. ഈ ചെമ്മീന് മസാല ഇട്ടും വെച്ചു, ചിക്കൻ കറിയാക്കി വെച്ചു. അപ്പോൾ എൻ്റെ റൂമിലേക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചപ്പോൾ അവർ ചോദിച്ചു, നിനക്ക് ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയും? സത്യം പറഞ്ഞാൽ എനിക്കൊരു 20 minutes കൊണ്ട് എൻ്റെ കറികൾ രണ്ടും റെഡിയായി, നല്ലൊരു റൈസും റെഡിയായി. ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഞാൻ ഉണ്ടാക്കി എന്നുള്ളത്. പക്ഷെ അതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മസാലപ്പൊടി കൂടി ഉണ്ടായിരുന്നു, മീൻസ് റെഡി ടു കുക്ക്. ആ ഒരു ചിക്കൻ കറിക്ക് അടിപൊളിയായിരുന്നു. ചിക്കൻ്റെ മസാല, ചിക്കൻ കറി അടിപൊളിയായിരുന്നു. അത് എല്ലാത്തിലും ഉണ്ടോ? നിങ്ങൾ എല്ലാ ഫിഷിനും ഉണ്ടോ? അത് ഒരുപാട് ഐറ്റംസിലുണ്ട്, 20-ലേറെ പ്രൊഡക്റ്റ് അതുണ്ട്. ഓക്കെ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി, ആർക്കും ഒരു കുക്കിംഗ് ഫ്ലോപ്പ് ആവില്ല എന്നുള്ള ഗ്യാരണ്ടി, മിനിമം ഗ്യാരണ്ടി കിട്ടില്ല. ഒന്നും അറിയാത്തവർക്കും ഭയങ്കര ഈസിയാണല്ലോ. ആ ഗ്രേവി പൊട്ടിച്ച് ഒഴിക്കുന്നു, അതിലോട്ടുള്ള ഫിഷാണോ മീറ്റാണോ വെച്ചാൽ അത് ആഡ് ചെയ്യുക,
ചെമ്മീൻ റോസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ ഇപ്പം നിങ്ങൾ ആ ഒരു മസാല എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ ആ ഒരു സ്റ്റൈൽ ഓഫ് മസാലനാണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. നാട്ടിൽ നിന്ന് വരുന്നതിനാണ് അത് കിൻഫ്രൈഡ് ഒരു കമ്പനിയിൽ നിന്നാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ പ്രിസർവേറ്റീവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് പാക്കിങ്ങിൻ്റെ ഒരു ടെക്നോളജിയാണ്, ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള അതിലാണ് അത് വരുന്നത്. അതിൽ നമുക്ക് ഫിഷ് കോട്ടയം കറി ഉണ്ട്, മാംഗോ കറി ഉണ്ട്, മലബാറുണ്ട്, ഫിഷ് റോസ്റ്റുകളുണ്ട്, പല പല. ഇപ്പം ബാംഗ്ലൂരിൽ ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ് തുടങ്ങാൻ ചിന്തിക്കുന്നവരാണ്. ഇപ്പം നിങ്ങളിപ്പോൾ സ്റ്റാർട്ടപ്പാണ്, ഇപ്പം എന്താ പറയുക, ബ്രേക്ക് ഈവൺ ആയി അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ തുടക്കത്തിൽ ഇത്രയും പഠിച്ച് ചെയ്തുകൊണ്ട് സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു? അത് നമുക്ക് ഫസ്റ്റ് പിന്നെ ഒരു 12 വർഷം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ഈ ഒരു കണക്ഷൻസും ഇതാണ് ഉണ്ടായിരുന്നു. പക്ഷേ ടെക്നോളജിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, അവർ 24 years ആയിട്ട് ടെക്നോളജിയിൽ ഒരു കമ്പനി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ് സൗദിയിൽ. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെയായിട്ട് പിന്നെ നമുക്കിതിൽ സിസ്റ്റംസിലാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് തരുന്നത്. അത് നമ്മൾ ഇനീഷ്യലി മെല്ലെ നമ്മൾ ചെയ്തത് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പ്രൂവൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്കെയിലിങ്ങിലോട്ട് പോയത് തന്നെ. ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റു ലൊക്കേഷനിലും ഇപ്പോൾ അവിടുന്ന് അടുത്തതിലോട്ട് ഇനിയിപ്പോൾ സ്കെയിലിംഗ് ആണ് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാൻ നല്ലത് റീറ്റെയിൽ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ആണോ? അത് നമുക്ക് രണ്ടിലും കസ്റ്റമർ ഉണ്ട്. ചില കസ്റ്റമർക്ക് ഡയറക്റ്റ് വരണം. അപ്പോൾ ഇത് നമ്മൾ ഒരു ഫിജിറ്റൽ എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. ഫിസിക്കലി നമ്മൾ അവൈലബിൾ ആണ്, ഡിജിറ്റലി നമ്മൾ അവൈലബിൾ ആണ്. നമുക്ക് അവർക്ക് നമ്മൾ ഷോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് കണ്ടവർക്ക് വാങ്ങാൻ പറ്റും. അതല്ല അവർക്ക് ട്രസ്റ്റായി പിന്നെ അവർക്ക് ഡിജിറ്റലി വാങ്ങണം. നമ്മൾ ആപ്പുണ്ട്, രണ്ടിലും നമ്മൾ അവൈലബിൾ. ഫിജിറ്റലാണ് നമ്മൾ. നിങ്ങളിപ്പം ഈ ഒരു വൈറ്റ് ഫീൽഡിനെ കുറിച്ച് പഠിച്ച സ്ഥിതിക്ക് വൈറ്റ് ഫീൽഡിൻ്റെ ഒരു പോപ്പുലേഷൻ ക്രൗഡായിരുന്നു എത്ര? ലൈക്ക് തുടക്കം അവിടെ റീറ്റെയിലാണോ നിങ്ങൾ തുടങ്ങിയത്? അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ വീട്ടിലും മീറ്റ് കഴിക്കും, അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ അല്ലെങ്കിൽ ഫിഷ്. ഇത് മൂന്നും കഴിക്കാത്ത വീട് ഉണ്ട്, വെജിറ്റേറിയൻസ് ഉണ്ട്, എന്നാലും നോൺ വെജ് എല്ലാ നാട്ടുകാരും കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രം ബാംഗ്ലൂരിൻ്റെ ഒരു ക്രൗഡ് എത്രത്തോളം പോപ്പുലേഷൻ? ബാംഗ്ലൂർ പോപ്പുലേഷന് ഭയങ്കര ഹെവിയാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഏകദേശം ഒരു 50,000+ ഓർഡേഴ്സ് ആ സ്റ്റോറിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് ഓരോ ഇത് നമ്മളൊരു ചെറിയൊരു ഏരിയയിലുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറുകൾ, എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റോറുകളും പിന്നെ കുറച്ചൊരു ഗ്രേഡ് കുറഞ്ഞ രീതിയിലുള്ള സ്റ്റോറുകളായിട്ടും എല്ലാ രീതിയിലും സ്റ്റോറുകൾ അവിടെ ഉണ്ട്. നമ്മളൊരു ബിസിനസ്സിൽ നമ്മൾ ആ ലെവലിൽ ചെയ്തിട്ടുണ്ട്.